ഹലോ മച്ചാമാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ മച്ചാമാരെ, ഇതാണ് നമ്മളുടെ വീട് കേട്ടോ. അപ്പോൾ ഇതൊരു 8 സെൻറ്റിലാണ് നിൽക്കുന്നത്. 8 സെൻറ്റിൽ 8 അല്ല, ഒരു 10 സെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം മേലോട്ട് കുറച്ച് വഴിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പുരയിടത്തിൽ അങ്ങനെ കൃഷി ചെയ്യാനുള്ള വലിയ സ്ഥലമൊന്നുമില്ല. കാരണം ഇത് ഈ വസ്തുവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വീട് നമ്മളുടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അമ്മ കൃഷി ചെയ്യാൻ മാക്സിമം ഉള്ള സ്ഥലമൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളുടെ അമ്മയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ റോഡിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്തേക്കുന്നത്. അത് വീടിൻ്റെ ഫ്രണ്ടാണ് കണ്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങ, വെള്ള വഴുതനങ്ങയല്ലേ, ആ വെള്ള വഴുതനങ്ങയാണ് ഈ കൃഷി ചെയ്തേക്കുന്നത്. പച്ചമുളകുണ്ട്. അതുകൊണ്ട് ഈ റോഡ് സൈഡ്, അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് സൈഡ് ഫുള്ള് അമ്മ ഇങ്ങനെ കൃഷിത്തോട്ടമാക്കിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ വലുതായിട്ടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ പൂത്തിട്ടുണ്ട്. ഇല്ലേ റിച്ചു? അതുകൊണ്ട് ഇവിടെ ചെറിയ ഉള്ളിയുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാണ്ട് ഇത് റോഡാണ്. ഇത് റോഡ് അത്തൂട്ടി പിന്നെ അത് ആട് ഇവിടെ കണ്ടോ. റോഡിൻ്റെ മറു സൈഡിലാണ് നമ്മുടെ ഇലിമ്പിപ്പുളി നിൽക്കുന്നത്. ഇലിമ്പിപ്പുളി ഇതൊക്കെ അമ്മ നട്ടതാണ് റോഡ് സൈഡിൽ. അതിൻ്റെ സൈഡിൽ കോവയ്ക്കുണ്ട്. കോവയ്ക്ക് ഇതിനകത്ത് കുറേ കോവയ്ക്കൊക്കെ പിച്ചി എടുത്തേക്കുന്നു. അപ്പോൾ വീണ്ടും പൂവിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് കണ്ടോ. ചിക്കുട്ടൻ രാവിലെ ഇന്ന് സ്കൂളില്ല, അതുകൊണ്ട് വണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കുക കണ്ടോ. ഫുള്ള് ടിപ്പറിൻ്റെ ഡ്രൈവറാണ്. ഈ നാട്ടിലൊക്കെ മണ്ണടിക്കുന്ന റിച്ചുവോ. അല്ല റിച്ചു. പിന്നെ നാട്ടിൽ ഇവിടെ വെണ്ടയ്ക്ക നിൽപ്പുണ്ട്. ഇതിനൊക്കെ കുറച്ച് വിളവെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെണ്ട നിൽക്കുന്നുണ്ടോ. ഈ സൈഡ് മൊത്തം വെണ്ട നട്ടേക്കാണ്. റോഡിൻ്റെ സൈഡാണ്. എന്താ മോളെ, സമയം 7 മണിയാവുന്നു. അതാണ്ട് ഈ സൈഡിലെല്ലാം വെണ്ടയ്ക്കാണ് നട്ടേക്കുന്നത്. വെണ്ട. അപ്പോൾ ഇവിടെ കുറച്ച് ഇപ്പോൾ മഴയായതുകൊണ്ട് ഇവിടെ കുറച്ച് കാടായിട്ടുണ്ട്. അതൊക്കെ ഇനി അമ്മ സമയം പോലെ നുള്ളിപ്പറിച്ച് കളയും. കണ്ടോ, ഇവിടെ എല്ലാം വെണ്ടയ്ക്ക നട്ടേക്കണം. ഇതെല്ലാം വെണ്ടയാണ്. അല്ലാണ്ടത് വെണ്ട ഇങ്ങനെ വെണ്ട പൂവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ടോ. സെറ്റല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചേമ്പുണ്ട്. ഇതാണ്ട് റോഡാണ്. റോഡിൻ്റെ 2 സൈഡുമാണ് ഈ ചെയ്തേക്കുന്നത്. ചേമ്പ്, ഇതാണ്ട മഞ്ഞൾ, പിന്നെ വീണ്ടും വെണ്ടയ്ക്ക. അതാണ്ട് മത്തനാണ് ഈ നട്ടേക്കുന്നത്. ഇതിനകത്തൊക്കെ കാ പിടിക്കാറായി. ചെറിയതായിട്ട് പൂത്ത് വരുന്നുണ്ട്. പൂവിട്ടിട്ടുണ്ട്. വീണ്ടും താണ്ട് ഈ സൈഡിൽ നിന്നാണ്ട് മത്തങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ കണ്ടോ, മഞ്ഞൾ. പിന്നെ ഏതാണ്ട് ഈ സൈഡിൽ വീണ്ടും മത്തങ്ങയുണ്ട്. മത്തങ്ങ. ഈ സൈഡ് ഇങ്ങനെ ഫുള്ള് നീട്ടി അങ്ങ് വരെ കപ്പയാണ്. കപ്പ കൃഷി ചെയ്തതാണ്. ഇതിനിടയ്ക്കൊരു തണ്ണിമത്തനുണ്ട്. തണ്ണിമത്തനകത്ത് ചെറിയൊരു കാ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഒന്നല്ല, 2-3 കാ വന്നിട്ടുണ്ട്. കണ്ട ഇവിടെ ഒരു കാ വന്നിട്ടുണ്ട്. ഇത് അതാണ്ട ചേമ്പ്. ഇവിടെ എല്ലാം ചേമ്പ് നട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത ആൾക്കാർ, ഇതുപോലൊക്കെയുള്ള സ്ഥലത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിതൊരു നല്ല പരിപാടിയാണ് കേട്ടോ. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. ഈ സൈഡ് ഫുള്ള് കപ്പയാണ്. എങ്ങനെ പോയാലും നമുക്ക് ഒരു മാസത്തേക്കുള്ള കപ്പ ഇതിനകത്ത് കിട്ടും. നമ്മൾ പിടുന്നതിനനുസരിച്ച് അവിടെ കമ്പ് വെച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ടീമുകളൊക്കെ വെറുതെ കേട്ടോ. അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാത്തുക്കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇല്ല പാത്തുക്കുട്ടി? ആണ്ട ഈ വെണ്ടയ്ക്കകത്തെല്ലാം പൂക്കിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ ടെറസിലൊക്കെ കൃഷി ചെയ്യാറില്ലേ, ടെറസിൻ്റെ മേളിൽ. നമ്മൾ ടെറസിൻ്റെ മേളിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഇറക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ വീടിന് കേടല്ലേ, വെള്ളമൊക്കെ നിന്നിട്ടേ. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പരിപാടികളും വീട്ടിന് മേളിൽ ചെയ്യേണ്ടി വരും. അതിന് കുറേ പൈസ ചിലവൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഈ സൈഡിൽ നിന്ന് തന്നെ കിട്ടും. ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇത് രണ്ടും റോഡ് സൈഡാണ്.
പിന്നെ ഇവിടെ നിൽക്കുന്നതാണ് ഒരു 6 റംബൂട്ടാൻ മരം ഉണ്ടോ. റംബൂട്ടാൻ്റെ മരം കുറേ കായൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസണാണ്. അപ്പോൾ കാണാൻ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഉണ്ടോ ഉണ്ടോ കാ പഴുത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെ അമ്മ പരിപാടിയിലാണ്. ഉണ്ടോ വളമിട്ടുകൊണ്ടിരിക്കുക. പിന്നെ ചാമ്പലും ചാണകപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. നാടൻ പരിപാടിയാണ്, നാടൻ പരിപാടി. പിന്നെ ഇവിടെ ചീര നിൽപ്പുണ്ട്. ചീര എല്ലാം നുള്ളി പറിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ താണ്ട് ഇവിടെ കണ്ടോ. ഇവിടെ നിൽക്കുന്ന നല്ല മുളകാണ്. കണ്ടോ കാന്താരി മുളക് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. കാന്താരി മുളക് കണ്ട. പിന്നെ അവിടെ ഒരു മാംഗോസ്റ്റീൻ്റെ മരം നിൽപ്പുണ്ട്. ഇതെല്ലാം അമ്മ നട്ടതാണ്. ഇപ്പോൾ ഇവിടെ ജാമ്പയുണ്ട്. അമ്മ നട്ടാലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ത് കുഴിച്ച് വെച്ചാലും കിളിക്കും. മാങ്ങ മരം. പിന്നെ ഇവിടെ ഒരു മാവ്. ഇതെല്ലാം റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഒരു മാവ്, പിന്നെ ഒരു നാരകം. ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ സൈഡാണ്. ഇത് വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ കണ്ട്. ഈ വഴുതനങ്ങയാണ് നമ്മുടെ ഫ്രണ്ടിൽ കണ്ടത്. ഉണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കായൊക്കെ പിച്ചിയേക്കുന്നുണ്ട്. വലിയ മരം കുറേ ഇതായിരിക്കുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്ന ഏത്തവാഴയാണ്. ഇതിപ്പോൾ ഒന്ന് കൊല വെട്ടിയതാണ്. പിന്നെ ഈ നിൽക്കുന്ന മാതളമാണ്. മാതളം മാക്സിമം ഉള്ള സ്ഥലമൊക്കെ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. അവിടെ ഒരു മുരിങ്ങ നിൽപ്പുണ്ട്. ഇതാണ്ട് അതിന് തന്നെ പരിപാടി കണ്ടോ. വെറുതെ ഇരിക്കത്തില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കണ്ടോ. ഇത് റിച്ചുകൊണ്ട പരിപാടിയാണ്. ചിരട്ടക്കകത്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് കണ്ടോ. പനിയാണ്. മുളകിൻ്റെ വിത്ത് പിന്നെ എവിടെ വെക്കും?